നമുക്ക് നല്ലൊരു തോരൻ കറി ഉണ്ടാക്കാം. അതിന് പപ്പായ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ പപ്പായയാണ്. ഇത് ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. തീരെ കനം കുറച്ച് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. കൊത്തി അരിഞ്ഞില്ല ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. പക്ഷേ ഇങ്ങനെ കൊത്തി അരിയുന്നതാണ് രുചി കൂടുതൽ. പപ്പായയുണ്ട്. പിന്നെ അതിന് അരയ്ക്കാൻ ആവശ്യത്തിന് തേങ്ങ, 1 കപ്പ് തേങ്ങ, കാന്താരി മുളക്, നല്ല ജീരകം, ഒരു 3 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, പിന്നെ താളിക്കാൻ ചെറിയുള്ളി, കറിവേപ്പില, അല്പം മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങ നന്നായിട്ട് അരയണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. 1 കപ്പ് തേങ്ങ, ഒരു 10-12 കാന്താരി മുളകുണ്ട്. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ആയാലും മതി. ഒരു 1/2 സ്പൂൺ നല്ല ജീരകം, 3 അല്ലി വെളുത്തുള്ളി, 3 അല്ലി ചെറിയ ഉള്ളി. ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അരപ്പ് ഞാനൊന്ന് ഒതുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ പരുവത്തിലാണ് വേണ്ടത്. ഒത്തിരി അരഞ്ഞു പോകരുത്. ഈ പരുവത്തിലാണ് വേണ്ടത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി, ഞാനിതിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. തീ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റൗ കത്തിച്ച് ഇത് നമുക്കിനി മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായി വെള്ളമെല്ലാം പറ്റി നന്നായി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കിക്കൊള്ളുക. പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം എണ്ണ ഒഴിക്കും. കടുക് താളിക്കാൻ വേണ്ടി നമുക്കൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. ഇത് 1 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളിയാണിത്. ഉള്ളി ഒന്ന് ചുവന്ന് വരുന്നോളം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചേർത്ത് കൊടുക്കാം.
ഇത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് വെച്ചത്. കഴിയപ്പോൾ ഉള്ള നനവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നന്നായി ആവി വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് വേവിച്ചത്. നന്നായി വെന്തിട്ടുണ്ട്. നല്ലൊരു തോരൻ കറിയായി. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.